എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ആ രോഗമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, അവർക്ക് ആ രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇപ്പോഴ് അനുഗ്രഹീതമായ നിമിഷം പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ സിസ്റ്റ് രോഗികൾ, മുഴ രോഗമുള്ളവർ, കരരോഗികൾ, ക്യാൻസർ രോഗികൾ, മക്കളില്ലാത്തവർ, അണ്ടാശയത്തിൽ മുഴയുള്ളവർ, ഗർഭപാത്രത്തിന് കട്ടിയില്ലാത്തവർ, കൂടെ അബോർഷൻ സംഭവിക്കുന്നവർ, മക്കൾ ഒരിക്കൽ പോലും ഗർഭം ധരിക്കാത്തവർ, കർത്താവേ അവരെല്ലാം നീ സ്പർശിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. മരുന്ന് കഴിച്ച് മുടിഞ്ഞു പോവുകയും പ്രാർത്ഥിച്ച് മടുത്തു പോവുകയും ചെയ്യുന്ന മക്കളെ കർത്താവേ സ്വർഗം തുറക്കണമേ. കർത്താവേ സ്വർഗം തുറക്കണമേ. ഇപ്പോഴേ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ മേൽ ഇറങ്ങി രൂപത്തിൽ എഴുന്നള്ളി വന്നതുപോലെ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും രോഗശാന്തിയുടെ രോഗസൗഖ്യത്തിൻ്റെ ദൈവികമായ ശക്തി ഇടിച്ചിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അസ്ഥികളെ രോഗികള്, അസ്ഥി ഉരുക്കമുള്ളവര്, സ്രാവരോഗികള്, മൂക്കിൽ നിന്നും അതുപോലെ ചെവിയിൽ നിന്നും പഴുപ്പിൻ്റെ രക്തമൊക്കെ വരുന്നവര് യേശു ക്രിസ്തു നാമത്തിൽ സർവ്വ രോഗികളെയും കർത്താവേ ഉമ്മിനീരില്ലാത്തവരെയും കണ്ണുനീരില്ലാത്തവരെയും കർത്താവിന്റെ നാമത്തിൽ സ്പർശിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ ഈ നിമിഷം അത് അവന്റെ മധ്യത്തിലെ ഈശോ നാമത്തില് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, നമ്മളിപ്പോഴും മാതാവിൻ്റെ മാധ്യസ്ഥ ഈശോയുടെ തിരുസന്നിധിയിൽ കണ്ണീരിടാൻ പോകുന്ന കാര്യങ്ങൾ, ഇതുവരെ വിവാഹം ഒത്തുവരാത്തവര്, സ്ഥിര വരുമാനമുള്ളൊരു ജോലി കണ്ടുപിടിക്കാൻ കഴിയാതെ വരുന്നവര്, ജോലി നഷ്ടപ്പെട്ടു പോയവര്, PSC ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അപ്പോയിൻമെൻ്റ് ആകാത്തവര്, PSC പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, അനുകൂലമായ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, വസ്തു വിറ്റ് മാറ്റാൻ പറ്റാത്തവര്, വിറ്റുമാറ്റിയതിൻ്റെ പണം തിരിച്ചു കിട്ടാത്തവര്, വാടക മേഖലയിൽ വിഷമം അനുഭവിക്കുന്നവര്, മക്കളുടെ ദുർനടപ്പും കളങ്കിതമായ ബന്ധങ്ങളുള്ളവര്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെട്ടു പോയവര്, കേസിലകപ്പെട്ടു പോയവര്, കള്ളക്കേസിലകപ്പെട്ടു പോയവര്, നീതിപൂർവമായ കേസിൻ്റെ വിധി ഇതുവരെ വാങ്ങാത്തതിൻ്റെ വിധി പ്രതീക്ഷിക്കുന്നവര്, ഭവനരഹിതര്, ഭവനം വെക്കാൻ സ്ഥലമില്ലാത്തവര്, വഴിയില്ലാത്തവര്, എല്ലാ മേഖലകളിലും പ്രയാസം അനുഭവിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവര്, ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ ശക്തി കടന്നു വരേണ്ട സമയമാണ്. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി, മധ്യസ്ഥം വഹിക്കുന്നതിന് വേണ്ടി യേശു നാമത്തിൽ ഇടിമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ നിരത്തി വച്ചിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെ മേലും ജീവിതത്തിൽ ദുരിതവും ദുഃഖവും മാറാത്ത വേദനയും തീരാത്ത കളങ്കവും ഉറക്കം പോലും ഇല്ലാത്തൊരു സമാധാനം നഷ്ടപ്പെട്ട ആത്മഹത്യയോ ചിന്തിക്കുന്നവരെ ഹൃദയത്തിൻ്റെ സമാധാനമായി ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങിയവരെ യേശു നാമത്തിൽ നിങ്ങൾ വിടുതൽ, എല്ലാവിധ ബന്ധങ്ങളിൽ നിന്ന് യേശു നാമത്തിൽ വിടുതൽ പ്രഖ്യാപിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും
തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും ഗൗരവതരമായ വിഷയം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈകൾ കൂപ്പി ദിവ്യകാരുണ്യത്തിൽ ഈശോയെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങളെ മൗനമായി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആമേൻ, ആമേൻ, ഈ അൾത്താരയുടെ മുമ്പിൽ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ അമ്മ മാതാവിനും തിരുഗോപാലനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു ജിജോ. ഞാൻ ആരക്കുഴയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ജിജോ, എൻ്റെ 2 മക്കൾ. ഞാൻ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബറിലാണ്. എൻ്റെ 4 സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീട് ഞങ്ങൾ 28 വർഷമായി അവിടെ താമസിക്കുന്നു. അതിൻ്റെ ആധാരം ഞങ്ങളുടെ പേരിലേട്ട് പഞ്ചായത്തിൽ നിന്നാക്കി കിട്ടിയിട്ടില്ലായിരുന്നു. 3 മാസത്തിനുള്ളിൽ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കത് സാധിച്ചു കിട്ടി. അപ്പോൾ ഒരുപാട് പൈസ മുടക്കുണ്ടാവും, ഒരുപാട് കയറി ഇറങ്ങേണ്ടി വരുമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടൻ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ വന്നു എന്ന് തന്നെ പറയാം. ചേട്ടൻ വന്നു, അമ്മ പറഞ്ഞു പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചേട്ടൻ പോയി. ഒട്ടും താമസമില്ലാതെ വെറും 35 രൂപയെ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. ആധാരം ഞങ്ങളുടെ പേരിലോട്ടാക്കി കിട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വണ്ടിയിൽ നിന്ന് ബൈക്കിൽ നിന്ന് ഒന്ന് വീണായിരുന്നു. വീണ് ഇടത് സൈഡിൽ ഒരു ഇഞ്ചുറി പറ്റി. അപ്പോൾ ഒരു സ്ട്രാപ്പിംഗ് ഒക്കെ ചെയ്തേക്കുമായിരുന്നു. പിന്നെ കൈ സ്ട്രാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടും സ്ട്രാപ്പിംഗ് ഊരിയെങ്കിലും ഹസ്ബൻഡിനെ കൈ പൊക്കാനോ അതിൽ നിന്ന് ഭാരം എടുക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി, ഒട്ടും കുറവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു രണ്ടാഴ്ച നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, അപ്പോൾ ഇത് കുറഞ്ഞോളൂ, ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു.
പിന്നെ ഹസ്ബൻഡ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ വർക്കിന് പോകാതിരുന്നാലും അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ആകെ വിഷമത്തിലായി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഓരോ ദിവസവും ചെറിയതോറും ഇങ്ങനെ ഇത്രയും ദിവസം റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, മാറിക്കോളും എന്ന് പറയുമ്പോൾ ആകെ വിഷമമായി തുടങ്ങി. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡിൽ മാതാവിനെ ഹസ്ബൻഡിനെ കാഴ്ചവെച്ച് വിശ്വാസ പ്രമാണം, ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഹസ്ബൻഡിൻ്റെ കയ്യിൽ അത് പരട്ടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണ സൗഖ്യം കിട്ടി. ഹസ്ബൻഡ് പോലും അറിഞ്ഞില്ല, അത് പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടി. പിന്നെ അടുത്തായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ NABHൻ്റെ ഇൻസ്പെക്ഷൻ വന്നു. ഞാനൊരു നേഴ്സാണ്. ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നേഴ്സസിന് തന്നെയായിരുന്നു അവർ ഫോക്കസ് ചെയ്ത് എന്നും വഴക്കും ബഹളമായിരുന്നു. അപ്പം ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഡ്യൂട്ടിക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു. ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് വഴക്ക് കുറച്ചിലും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഇൻസ്പെക്ഷൻ വന്നു. ഇൻസ്പെക്ഷൻ വന്നപ്പോഴും നിങ്ങൾ നന്നായിട്ട് ചെയ്താലേ അത് ശരിയാവുള്ളൂ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് ആകെ സ്ട്രെസ്സായിരുന്നു. അത് കഴിഞ്ഞ് ഞാനെന്താ NABHൻ്റെ ഇൻസ്പെക്ഷൻ്റെ ദിവസം തന്നെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. മാതാവേ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും വരരുത്. പിന്നെ സിസ്റ്റർമാരാണെങ്കിലും, ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ സിസ്റ്റർമാരാണെങ്കിലും ഒരുപാട് പൈസയൊക്കെ മുടക്കിയാണ് ഇൻസ്പെക്ഷൻ വരുത്തിയേക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്പെക്ഷന് അത് നമ്മൾ പാസ്സായിട്ടില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൻ്റെ അംഗീകാരം പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് കിട്ടണം, നമ്മുടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ നേഴ്സസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം ഒരു ഫോൾട്ടും അവർ കണ്ടുപിടിക്കരുത്, ഞങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യണമെന്ന് പറയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വാർഡിലൊക്കെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അവർ ഇൻസ്പെക്ഷന് വന്നപ്പോഴായാലും ഉടുമ്പടി കാശിരൂപം ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവർ ഭയങ്കര 3-4 പേരൊക്കെ ഭയങ്കര ഇതിലാണ് വന്നത്, കണ്ടാൽ തന്നെ പേടിയാവുമായിരുന്നു. പക്ഷേ അവർ വന്ന് അവിടെ ഇരുന്നു, ഞങ്ങൾ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അതിനെല്ലാം ആൻസർ പറയാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാ വാർഡിലായാലും അവർ പോയപ്പോഴും വേറെ ഒന്നും പറഞ്ഞില്ല. ലാസ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാം ബെറ്ററായിട്ട് തന്നെയാണ്, എസ്പെഷ്യലി നിങ്ങൾ നേഴ്സുമാർ നന്നായിട്ട് എഫിഷ്യൻറ്റ് നേഴ്സുമാരാണ് എന്ന് പറഞ്ഞു. ഞാനത് ഉറച്ച് വിശ്വസിക്കുകയാണ്. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ആരെങ്കിലും പറയും, പക്ഷേ ഇത് മാതാവ് ശരിക്കും അനുഗ്രഹിച്ചത് തന്നെയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ പത്രം മേടിച്ച്, ഞാൻ കൃപാസനം പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കും. പിന്നെ എനിക്കൊരു ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ വാട്സപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പൈസ ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും. അഥവാ ഇനി അവർ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, മേഡം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ച്. അപ്പോൾ തന്നെ ഞാൻ എനിക്കില്ലെങ്കിൽ പോലും എങ്ങനെയായാലും ഞാൻ പൈസ അറേഞ്ച് ചെയ്തത് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ തന്നെയാണ് തന്നെ, അവർക്ക് ഫുഡൊന്നും മേടിക്കാനൊന്നും ആളില്ലെങ്കിൽ ഞാനത് മേടിച്ചു കൊടുക്കാറുണ്ട്. വീട്ടിൽ നിന്നായാലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയി കൊടുക്കാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിനോട് ഒത്തിരി ചേർന്ന് നിൽക്കാനുള്ള, ദൈവം എപ്പോഴും, മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഇപ്പം ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോഴായാലും, എനിക്ക് 2 വീലർ ഉണ്ട്, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് പോകണമെങ്കിൽ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി പോവും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ, മാതാവി വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, എനിക്ക് വേഗം കറക്റ്റ് സമയത്ത് എത്തണം എന്ന് കൊടുക്കും. അപ്പോൾ ശരിക്കും മാതാവ് മാറ്റി വിട്ട പോലെ വണ്ടികളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് എനിക്ക് ചെല്ലാനായിട്ട് സാധിക്കും. ഞാൻ ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും സാക്ഷ്യം പറയണ കേൾക്കുമ്പോൾ, മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, എനിക്കും മാതാവിനെ ഒന്നും സ്വപ്നം കാണാൻ പറ്റുന്നില്ലല്ലോ, മഴവില്ലൊക്കെ കണ്ടു എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും. അങ്ങനെ ഒരു ദിവസം ഒരു 5:20 മാതാവ് ഇങ്ങനെ ഒരു നീലയും പച്ചയും നിറത്തിലുള്ള മഴവില്ല രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു മിന്നണ പോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ മിന്നി വന്നു. എന്നിട്ടിങ്ങനെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ ആ മാതാവിനെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ലായിരുന്നു. മാതാവ് നല്ല ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി. അപ്പോൾ കറക്റ്റ് 5:25 സമയം. നമ്മുടെ ഡെയിലി ബ്രെഡ് തുടങ്ങുന്ന സമയമായിരുന്നു. ഞാൻ വേഗം മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇത് കൃപാസനത്തിലുള്ള മാതാവല്ലല്ലോ, ഇത് ഏത് മാതാവായിരിക്കും ഇങ്ങനെ വന്നതെന്ന് ഞാൻ ഓർത്തു നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 1 മാസം ഞാൻ ഇവിടെ വന്നില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലിരിക്കണ മാതാവിൻ്റെ രൂപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു.
എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത മാസം വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഫ്രണ്ടിൽ പുതിയതായിട്ട് ഉണ്ടാക്കി വെച്ച മാതാവിനെയാണ് ഞാൻ കണ്ടത്. അതേ രൂപം തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അന്ന് വരാത്തോണ്ട് മാതാവ് എൻ്റെ അടുത്തേക്ക് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് പറ്റുന്ന കാലത്തോളം ഞാൻ ഈ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം കൊടുക്കാനും മാതാവിൻ്റെ അടുത്ത് വരാനും ഞാൻ പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കും. എനിക്കിപ്പോൾ എല്ലാ മാസവും വന്നില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. ഒരു മാസം വരാതിരുന്നാൽ തന്നെ എനിക്ക് വിഷമമാണ്. അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ എങ്ങനെയായാലും ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറുള്ളൂ. പിന്നെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ മാതാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവരുടെയും കൂടെ മാതാവ് വരും. നമ്മൾ തനിച്ചല്ല എന്നൊരു ബോധം നമുക്കുണ്ടാവും. പിന്നെ ഒരിക്കലും തെറ്റുകളിലേക്കൊന്നും മാതാവ് വരുത്തിക്കില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇപ്പം പെട്ടെന്ന് ദേഷ്യപ്പെട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലുണ്ടാവും, അയ്യോ മാതാവിന് അത് വിഷമാവുമല്ലോ, അപ്പം സോറി പറയണമെന്ന്. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കൂട്ടുകാരോടൊക്കെ ദേഷ്യപ്പെടും പെട്ടെന്ന്. ഞാനൊരു സീനിയർ സ്റ്റാഫാണ്. അപ്പോൾ പിള്ളേർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വഴക്ക് പറയും. അത് കഴിഞ്ഞാൽ ഞാൻ ഓർക്കും, ദൈവമേ അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാലോ എന്ന് ഞാൻ സോറി ഇട്ടുപടിയെന്ന് ഞാൻ ചെന്ന് പറയും. അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. First and most, I thank God bringing me here in the name of Mother Mary and Jesus, this altar to say, witness myself. I'm Sister Jessie coming from Lucknow. I am working school for the blind बच्चों को पढ़ाते हैं. Then last few months before, I had a problem for consuming food and I could not digest properly. So I went to hospital for a checkup. Then the doctor asked me to take ultrasound. After ultrasound, they said MRI. MRI result shows that ovarian cancer. As we hear cancer, all get frightened. But the report came to me, I did not get frightened. I was not afraid. I said only one thing, God, I want to live. All others, my sisters, all were crying for, speaking one another and crying for me, but never I cried. Then thereafter, we went to another hospital for the further treatment. Then went for the PET scan and other scanning. By the time I took online covenant and my sisters came and took Marian covenant, they brought my photo and medical prescription of the doctor and gave to father. Father took and blessed, and he also gave one small medal for me, and the father said that she will be all right. Afterwards, they sent all that. Father V.P. Joseph, he said that she will be all right. And my sisters believed, and they phoned up and told me, we had gone to the Kribasna and prayed for you, and Father also prayed for you. And I also believed that. And as I said, I had taken online Udambadi. I also pray and hear the talks from Father every time. And in month of August, Father's one talk when I heard, he said, there are 6 to 7 cancer patients are getting healed, and they will come and witness here. So I said, maybe I will be the one of them. And further my treatment went ahead, and doctor said 6 circles of chemos. Then chemo one by one. I did not have any side effect, because whenever I go for chemo, my sisters send the post by all the salt, the blessed salt and the medal which Father gave, and patra, so honey. And so then I used to use all that when I go for the scanning and chemos. Whenever I go for chemos, I put the salt in my hand and I apply where the cannula is there. And I say, Mother Mary, the medicine which is entering to my
he should control, and wherever it is needed, it should be placed, because chemo's medicine, we know there will brings a lot of side effects, and I did not have any side effects for the chemos, and I was one after 6 chemos after I had operation. After operation, after other 2 more chemos. But all through this medical treatment, I was using the medal which Father gave, and the salt, blessed salt and honey. And always, I also pray the morning and evening, the Kripasanam prayers, and consume this honey and salt. And I apply also on myself. Then after treatment, there was after 1 month again test, and in the test final it is all negative. There was no any need of medicine at present. I don't have any medicine. Doctor called me after 1 month to discuss to continue medicine or not. So by the report, the doctor said, now it is not needed to have medicine at present. So now I don't have any medicine, and this is after the treatment. It is the 3rd month, and I got the chance to come and take the Marian Udumbadi, Marian Covenant. I am taken Marian Covenant, and I believe it is Mother Mary is a shortening of time. Because when I asked doctor, is it a curable? Doctor told me it is a curable, but it takes times. But for me, I think it is within 6 months. I think almost everything is normal, and at present I don't have any medicine. I had a problem consuming food. Now I can eat any food, and I don't have any other side effects. So I take this chance, thank our Mother Mary Kripasanam Amma. Then I also spiritual act. I said I am working for the school for the blind. So we have got children, blind children. I teach them. Now after taking the Udumbadi, I treat them all the more with love and concern. I also take chance to go out to visit the sick people and help them out. Also, in my spiritual life, I attend Mass, Holy Eucharist every day, but now with more devotion, more meaningful, that I attend the Holy Eucharist, and I had always pray the Rosary whenever I get time. After taking Marian Udumbadi, I think all the more so many rosaries in a day I pray, and I got a special grace. And I say it is not because of my merit I am standing here, it's all because of His grace. I always say in my prayers, nothing is my own, all what I have is His. So it is because of His grace I am standing, and the remaining days I like to continue live my life for others, with more dedication and with more love, working and serving for the others. Thank you once again, Mother Mary and Jesus Lakun Lakambar. I say thank you for bringing me here. ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. എൻ്റെ പേര് രഞ്ജിനി, എൻ്റെ അമ്മ ശൈലജ, ഞങ്ങളുടെ സ്ഥലം തിരുവല്ലയാണ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് അമ്മ മാതാവിനോടുള്ള നന്ദി എങ്ങനെ പറയണമെന്ന് അറിയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ നടത്തി തന്നത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ചിട്ട് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും കൂടുതലായിട്ടും കൃപാസനത്തിൻ്റെ ഉടമ്പടി രീതികളെക്കുറിച്ചിട്ടും ഇവിടുത്തെ പത്രമൊക്കെ കൊണ്ടു തന്നത് ഞങ്ങളുടെ അടുത്തുള്ള 2 ചേച്ചിമാരാണ്. അപ്പോൾ ഈ പത്രം ആദ്യം വായിച്ചപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം വന്നു, ഇതെങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചപ്പോൾ മനസ്സിലായി ഇതൊക്കെ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അതിൽ തന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ MSc റാങ്ക് ഹോൾഡറായിരുന്നു. CSI NET എന്നൊരു പരീക്ഷ, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പരീക്ഷയുടെ കോളേജിലേക്കുള്ള ലെക്ചർഷിപ്പിന് വേണ്ടിയിട്ടുള്ള നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ 4 തവണകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നുവെങ്കിലും എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു, ഈ പരീക്ഷ ഇത്രയും തവണ എഴുതിയിട്ട് എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. 5ാമത്തെ തവണ ഞാൻ എഴുതാൻ പോയപ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ കാശുരൂപമായിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് കയറുന്നത്.
കയറിയപ്പോഴത്തേക്കിനും ഇതിൻ്റെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, മാതാവ് ഇതിൻ്റെ 5th അറ്റംപ്റ്റാണ്, അതെനിക്ക് ഫൈനൽ അറ്റംപ്റ്റ് ആക്കി തരണേ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്നു. പക്ഷേ പരീക്ഷ അറ്റൻഡ് ചെയ്തെങ്കിൽ തന്നെ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഇത് കിട്ടുമെന്നുള്ളത്. കാരണം ഓരോ ക്വസ്റ്റ്യൻസും നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപത്തെ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്, മാതാവ് എനിക്കിത് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് മാത്രമേ എൻ്റെ കയ്യെ കൊണ്ട് ചെല്ലാവുള്ളെന്ന്. അങ്ങനെ പരീക്ഷ കഴിയുന്നു. പ്രത്യേകിച്ച് എനിക്ക് പരീക്ഷ കിട്ടുമെന്നുള്ള യാതൊരു വിശ്വാസവും ഇല്ല. 4 തവണ പരീക്ഷയാണ്. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഞാൻ CSI നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് CSI നെറ്റിൻ്റെ JRFും കൂടെ കിട്ടി. JRF എന്ന് വെച്ചാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയും. ഗവേഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടുന്നൊരു ഫണ്ട് കിട്ടുന്നതാണ്. അത് ഓൾ ഇന്ത്യ 166ാമത് റാങ്കോടുകൂടിയാണ് എനിക്ക് ആ പരീക്ഷ പാസ്സാകാനായിട്ട് സാധിച്ചത്. അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ 4 തവണ എനിക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണം. കാരണം എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. കാരണം ഞാൻ PG വരെ പഠിച്ചു, എൻ്റെ കൂട്ടുകാർക്കൊക്കെ ജോലിയായി, എനിക്ക് ജോലിയാകുന്നില്ല. ആ സമയത്താണ് ഞാൻ സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറഞ്ഞാൽ കേരള PSCയുടെ ഒരു പരീക്ഷ വഴിയുകയും ഞാൻ അതിന് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത്. അപ്ലൈ ചെയ്തു, പരീക്ഷ എഴുതി, പരീക്ഷ കഴിഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റിൽ വരുന്നവരെ മാത്രമേ ഇൻ്റർവ്യൂവിന് വിടാറുള്ളൂ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്തും ഞാൻ മാതാവിൻ്റെ, അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ, ഞാൻ മാതാവിൻ്റെ പത്രം കൊണ്ടുപോയി. അവിടെ തിരുവനന്തപുരത്തുള്ള ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ പല ആളുകൾക്കും മാതാവിൻ്റെ പത്രം വിതരണം ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചു, ഓരോ തവണ പത്രം കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ ഇൻ്റർവ്യൂ എനിക്ക് നല്ലതാക്കി തരണം. കാരണം ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്താലേ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം റിസൾട്ട് വന്നപ്പം എനിക്ക് ജോലി കിട്ടുന്ന തരത്തിലുള്ളൊരു റാങ്കിലല്ല. കാരണം ഞാൻ മെയിൻ ലിസ്റ്റിൽ വരാൻ ആഗ്രഹിച്ചു, ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1ാമതായിട്ട് വന്നു. പക്ഷേ അങ്ങനെ ഗവൺമെൻറ് 3 പുതിയ ഒഴിവുകൾ ഈ ജോലിക്ക് വേണ്ടി സൃഷ്ടിച്ചു. അപ്പോഴും ഈ ജോലി എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം 3 ഒഴിവുകളും വന്നിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്നിട്ടുള്ള 2 പേരെ സെലക്ട് ചെയ്തു, പിന്നെ ഒരു പെൻഡിങ് വേക്കൻസി എന്നുള്ള ഒരാളെ സെലക്ട് ചെയ്തു. ഞാൻ മാതാവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഒരു ജോലി ഞാൻ വർഷങ്ങളായിട്ട്, ഒരു 2023 വന്ന നോട്ടിഫിക്കേഷനാണ്, റിസൾട്ട് വന്ന് 25-ലാണ്. ഇനി പുതുതായിട്ടൊരു പരീക്ഷയൊക്കെ ഞാൻ എഴുതി ഞാനൊരു ജോലിയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം ടൈം എടുക്കും. എൻ്റെ പ്രായവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മാതാവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് വേണ്ടി ഒരു ഒഴിവ് മാതാവ് സൃഷ്ടിക്കണം. കാരണം എങ്കിൽ മാത്രമേ ഇങ്ങനൊരു ജോലി, അതും അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്, അങ്ങനെ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. ഞാനിങ്ങനെ അമ്മ മാതാവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് എനിക്കൊരു 2 ദിവസത്തിനുള്ളിൽ പുതുതായിട്ടൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തു. ആ പുതുതായിട്ടുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതൊരാൾ റിസൈൻ ചെയ്ത് പോയൊരു വേക്കൻസി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, അങ്ങനെ ഒരു ജോലിയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ റിസൈൻ ചെയ്ത് പോയി എന്നൊക്കെ പറഞ്ഞത് മാതാവ് ഇടപെട്ട് എനിക്ക് വേണ്ടി സമയച്ചുരുക്കത്തിൽ ചെയ്തു തന്ന വലിയൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ എൻ്റെ കിട്ടി, ഞാൻ ആ ജോലിയിൽ എത്രയും പെട്ടെന്ന് പ്രവേശിക്കാൻ പോവുകയാണ്. അതുപോലൊപ്പം തന്നെ എനിക്ക് മാതാവിനോട് കൂടുതലായിട്ട് അടുക്കാൻ സാധിച്ച ഒരു കാര്യം, എൻ്റെ അമ്മയ്ക്കൊരു ഗൗരവമായിട്ടുള്ളൊരു സർജറി ഉണ്ടായി. ആ സർജറിയുടെ ഡേറ്റ് ഒരുപാട് ലേറ്റായിട്ടാണ് കിട്ടിയത്. അപ്പം അമ്മയ്ക്ക് ആ ഒരു സർജറി പെട്ടെന്ന് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ ഒരു ഡേറ്റ് മുന്നോട്ടായി കിട്ടണം. കാരണം ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, നമുക്ക് ഒരുപാട് സമയം എടുക്കാനും പറ്റത്തില്ല. ഞാൻ അമ്മയുടെ സമയ ചുരുക്കത്തിൽ മാതാവ് എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അമ്മയുടെ എത്രയും പെട്ടെന്ന് സർജറി ആക്കി തരണം. അങ്ങനെ ജൂലൈ 28 പറഞ്ഞ സർജറി, അത് 1 മാസം മുമ്പ് തന്നെ ഡോക്ടേഴ്സ് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്ന് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം, സർജറി ചെയ്യാമെന്നുള്ളത്. അതും മാതാവിൻ്റെ അത്ഭുതം തന്നെയാണ്. കാരണം ഞാൻ പറയാൻ കാരണം, അമ്മ ഈ സർജറിക്ക് ശേഷം അമ്മ അനസ്തേഷ്യയുടെയൊക്കെ ഒരു എഫക്റ്റിൽ അമ്മ കിടക്കുകയാണ്. ആ ടൈമിൽ അമ്മ പറയുന്നത് അമ്മയ്ക്ക് കാലനക്കാൻ പറ്റുന്നില്ല. ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു, അമ്മ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ശരീരം എന്തുകൊണ്ട് അനക്കാൻ സാധിക്കുന്നില്ല. അമ്മ പറയുന്നത് അമ്മ ഒരു മാതാവിൻ്റെ രൂപം അമ്മയെ തഴുകിപ്പോയതായിട്ട് അമ്മയ്ക്ക് ഫീൽ ചെയ്തു. അതിനുശേഷമാണ് അമ്മയ്ക്ക് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോഴത്തേക്കിനും അമ്മ ശരീരം നല്ല രീതിയിൽ അനക്കാനായിട്ട് സാധിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ മാതാവ് ഞങ്ങളുടെ മുന്നിൽ ഞാനീ പറഞ്ഞ അത്ഭുതങ്ങളെല്ലാം തന്നെ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കിട്ടിയ ഒരു കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ മാതാവിൻ്റെ പത്രം ഞങ്ങളുടെ അടുത്തുള്ള പല ചേച്ചിമാരും ഈ കൃപാസനത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഞങ്ങളുടെ സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ വീടുകളിലും കയറി മാതാവിൻ്റെ പത്രം കൊടുത്തു. അവരുടെ മാതാവിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞു. വളരെയധികം ആൾക്കാർ ഇത് കേട്ട് ഈ പത്രം വാങ്ങിക്കുകയും അത് വായിച്ചു നോക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തന്നെ സന്തോഷം തോന്നി. അത് ചെയ്യാൻ സാധിച്ചൊരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ, ഓരോ തവണ അത് ഉടമ്പടി തൈലം, അത് എൻ്റെ അമ്മയ്ക്കൊരു മുട്ടുവേദന ഉണ്ടായിരുന്നു. പലപ്പോഴും പല ടൈഗർമാർ
മാവും മറ്റേ ഓയിൽമെൻറ്റുകളും കാര്യങ്ങളെല്ലാം പുരട്ടി നോക്കിയിട്ടൊന്നും മാറ്റിയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലം നമുക്കൊന്ന് തേച്ച് നോക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ അത് തേച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അമ്മയുടെ വേദനയത് മാറ്റം സംഭവിച്ചു. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം മാതാവ് ജീവനുള്ള മാതാവാണ്. നമ്മൾ പറയുന്ന കാര്യം അതപ്പം തന്നെ നമുക്കൊരു ഫലം മാതാവ് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ നന്മയുള്ളതാക്കി മാറ്റുന്നൊരു കാര്യമാണ് ഉടമ്പടി എന്ന് തോന്നിയത്. അപ്പം ഈശോയോടും അമ്മ മാതാവിനോടുള്ള നന്ദി, അനന്തകോടി നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കോടാനോടി നന്ദി പറയുന്നു. എൻ്റെ മകൾക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചതിനും എൻ്റെ വലിയൊരു രോഗത്തെ മാറ്റി തന്നതിനും ഞാൻ എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം നന്ദി പറയുന്നു.